പോറ്റിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഞാൻ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എനിക്കും അത് അറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്തിനാണ് അദ്ദേഹം ഈ തിടപ്പള്ളിയിൽ ആത്മഹത്യ ചെയ്തത്, അതിൻ്റെ പിന്നിൽ എന്താണ് അദ്ദേഹത്തെ അതിലേക്ക് നയിച്ചതെന്നുള്ള കാര്യം വിശദമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. അതിൽ കുടുംബാംഗങ്ങളെ അന്വേഷണ പരിധിയിൽപ്പെടുത്തണം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ അതിനകത്ത് പെടുത്തണം. പിന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തെളിയേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇന്നലെ DGPക്ക് എൻ്റെ നിർദ്ദേശം അത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് വീണ്ടും അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. ഇന്ന് തന്നെ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടും. കുടുംബം ഇന്നലെ പരാതി നൽകിയിരുന്നു. അത് തന്നെ അതെ അത് അതിനെ സംബന്ധിച്ച് കൂടുതൽ ഞാൻ ആരോപണങ്ങളാണ് അതിനകത്ത് പറയുന്നത്. അത് കൂടുതൽ ഞാൻ സംബന്ധിച്ച് വിശദീകരിക്കുന്നില്ല. അത് അന്വേഷണം നടക്കട്ടെ. ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം വരുമ്പോൾ കുടുംബവും അതിനകത്ത് പെടും. അവരും പറയട്ടെ. ജാതീയമായിട്ടുള്ള അധിക്ഷേപം അടക്കം ഈ മേൽശാന്തിക്കെതിരെ നടന്നു എന്നൊക്കെയാണ് ആ പരാതിയിൽ പറയുന്നത്. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഈ ജനം സൃഷ്ടിച്ചതായിട്ടുള്ള ഒരു നാടകമാണ്. ജനം സൃഷ്ടിച്ച വാർത്തയല്ല, പരാതി. ജനം അതിനു വേണ്ടിയിട്ട് ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അത് ഈ നാട് തിരിച്ചറിയുന്നുണ്ട്, ഈ മുല്ലൂർ പ്രദേശം തിരിച്ചറിയുന്നുണ്ട്, ഈ കടകംപള്ളി പ്രദേശം തിരിച്ചറിയുന്നുണ്ട്. കടകംപള്ളിയിലെ വോട്ടെണ്ണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, മുല്ലൂർ പ്രദേശത്ത് വോട്ടെണ്ണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ജനം സൃഷ്ടിച്ച വാർത്തയല്ല, പരാതി. കുടുംബം തന്നെ പരാതി പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ, പ്രത്യേകം സെറ്റിട്ട് അവിടെ അല്ലാതെ മുല്ലൂർ ക്ഷേത്ര പരിസരത്തായിരുന്നില്ല ഇവരുടെ സെറ്റ് വേറെ ഏതോ പരിസരമായിരുന്നു. മുല്ലൂരിലെ പൂജാരി ആയിരുന്നില്ല അതിനുവേണ്ടി സംസാരിച്ചത്. ഒരിക്കലും ആ മുല്ലൂർ ക്ഷേത്രത്തിൽ മുല്ലൂരിലെ പൂജാരിയാണെന്ന് ജനം പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ സുഹൃത്താണ്. മുല്ലൂരിലെ പൂജാരിയല്ല അവിടെ സംസാരിച്ചത്, വേറെ ഏതോ ഒരു പൂജാരി കൊണ്ട്. ആ പൂജാരി എല്ലാം അന്വേഷണത്തിനകത്ത് വരും. ആ സെറ്റ് എവിടെയാണെന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കും. കഴക്കൂട്ടത്തതുപോലെ തന്നെ പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ എങ്ങനെ ആരായിരുന്നു പ്രധാന എതിരാളിയായിട്ട് തോന്നിയത്? പ്രധാന എതിരാളി നിശ്ചയമായിട്ടും BJP തന്നെയായിരുന്നു പ്രധാന എതിരാളി. പഴയ ഒരു ജില്ലാ സെക്രട്ടറി എന്നുള്ള രീതിയിൽ തിരുവനന്തപുരം ജില്ല മൊത്തം എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, സത്യത്തിൽ 12 സീറ്റ് കിട്ടിയാലും അത്ഭുതപ്പെടേണ്ട. ആ നിലയിൽ അതെ തിരുവനന്തപുരം 14 സീറ്റ് കിട്ടിയാലും അത്ഭുതപ്പെടേണ്ട. കഴിഞ്ഞ പ്രാവശ്യം 13 സീറ്റ് കിട്ടിയിരുന്നുള്ളൂ. ഇപ്രാവശ്യം കോവളം കൂടെ കിട്ടിയാലും അത്ഭുതപ്പെടേണ്ട. കാരണം എല്ലായിടത്തും വൻ വികസന പ്രവർത്തനങ്ങളാണ് നടന്നത്. വികസന പ്രവർത്തനങ്ങളോടൊപ്പമാണ് ജനങ്ങൾ, അല്ലാതെ വിവാദങ്ങളോടല്ല. ജനങ്ങളത് തുറന്നു പറയുന്നുണ്ട്. നമ്മൾ എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിക്കുന്നതല്ലേ. എല്ലാ 14 മണ്ഡലങ്ങളിലും നടക്കുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ രാത്രി ഒരുമിച്ചിരുന്ന് ആലോചിക്കാറുണ്ട്. ഒരുമിച്ചിരുന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓൺലൈനായിട്ടും ഒക്കെ തന്നെ പരസ്പരം ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. 14 മണ്ഡലങ്ങളും ജയിക്കും. സത്യമായിട്ടും അതാ വരുന്നത്. കാരണം ഒരു സ്ഥലത്തും ഒരു MLA-ക്കെതിരെയായിട്ടും ഒരു തരത്തിലുള്ള ആക്ഷേപമില്ല. റോഡ് ചെയ്തില്ലെന്നുള്ള ആക്ഷേപമില്ല, സ്കൂൾ ചെയ്തില്ലെന്നുള്ള ആക്ഷേപമില്ല, പിന്നെ ആശുപത്രി നന്നാക്കിയില്ല, അവിടെ പുതിയ കെട്ടിടം വന്നില്ലെന്നുള്ള ആക്ഷേപമില്ല. ഒരു തരത്തിലുള്ള ആക്ഷേപങ്ങളും ഒരു നിയമസഭാ സാമാജികനെതിരെ ആരും ഉന്നയിക്കുന്നില്ല. ചില ആളുകൾ ഉന്നയിക്കുന്നത് ഇത് വ്യക്തിഹത്യ നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമേ നടന്നു. അതൊന്നും ജനങ്ങൾക്ക് ഒരു കാര്യമല്ല. എല്ലാവരും ജയിക്കും, യാതൊരു സംശയമില്ല. എല്ലാവരും ജയിക്കും. അങ്ങ് വർക്കല മുതൽ പാറശാല വരെ. പാറശാലയെല്ലാം വോട്ടെണ്ണുമ്പോഴത്തേക്ക് BJPയുടെ കണ്ണ് തള്ളിപ്പോകും. പാറശാല വോട്ടെണ്ണുമ്പോഴത്തേക്ക് അതാ വരാൻ വേണ്ടി പോകുന്നത്. ഈ മേൽശാന്തിയുടെ ഫോണും രേഖകളും അടക്കം നഷ്ടപ്പെട്ടു എന്നാണ് കുടുംബം പറയുന്നത്. കേട്ടോ, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒന്നുമില്ലല്ലോ. ഓക്കെ. വെല്ലുവിളിച്ചപ്പോൾ ഇന്നലെ വൈകുന്നേരമായപ്പോൾ ഈ ആത്മഹത്യ ചെയ്ത വിഷ്ണു പോറ്റിയുടെ പത്നിയാണ് കേരള പോലീസ് മേധാവിക്ക് കടകംപള്ളി സുരേന്ദ്രനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ദിവസവും രാവിലെ ജനം TV സെറ്റിട്ട് ഒരു വാർത്ത തനിക്കെതിരെ ചെയ്തു എന്ന വിദ്വേഷ പ്രചരണം വീണ്ടും അദ്ദേഹം നടത്തുന്നു. അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് ദിവസം ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ സാധിക്കുന്നത്, അതും ജനം പോലൊരു മാധ്യമത്തിനെതിരെ? കാരണം പരാതി നൽകിയിരിക്കുന്നത് ആത്മഹത്യ ചെയ്തിരിക്കുന്ന വിഷ്ണു പോറ്റിയുടെ പത്നിയാണ്. കടകംപള്ളി സുരേന്ദ്രൻ ക്ഷേത്രത്തിലെത്തി തീർത്ഥം കളഞ്ഞുവെന്നും ആ തീർത്ഥം കളഞ്ഞതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള മാനസികമായിട്ടുള്ള സംഘർഷത്തെ തുടർന്നാണ് തൻ്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്തതെന്നും കടകംപള്ളി സുരേന്ദ്രനെതിരെ അന്വേഷണം വേണമെന്നും കുടുംബവും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും കടകംപള്ളി ജനം TVക്ക് എതിരായ പ്രചരണം. അതിൽ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ സെറ്റിട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രശാന്ത് പറയുന്നുണ്ട് അതെങ്ങനെയാണ് സെറ്റ് ഇടുന്നത്? ഞങ്ങൾ ആ ക്ഷേത്രത്തിലെ പോറ്റിയോടല്ല സംസാരിച്ച അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ പോറ്റിയോടാണ്. അപ്പോൾ ഞങ്ങൾ ആ സെറ്റ് കണ്ടുപിടിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പാണല്ലോ, ഇന്ന് എങ്ങനെയും ഇതിനെ ഒന്ന് അതിജീവിക്കണം. ഇന്നൊരു ദിവസം അത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. അപ്പോൾ അവിടെ നിന്ന് വട്ടം കറങ്ങുകയാണ്. ഈ പ്രശ്നം നമ്മൾ വിടത്തില്ല, നമ്മൾ ഈ വിഷയം വിടത്തില്ല, ഇതിന് പിന്നാലെ നമ്മളുണ്ടാവും. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ തന്നെ വലിയ പ്രതിരോധത്തിലാണ്
എപ്പോഴാണ് ചോദ്യം ചെയ്ത് തൂക്കിക്കൊണ്ട് പോകുന്നതെന്ന് അറിയില്ല. ഇലക്ഷൻ ആയതുകൊണ്ട് സ്വാധീനം ഉപയോഗിച്ചൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അതുകൂടിയാകുമ്പോൾ ഏകദേശം ഒക്കെ ആകും. പക്ഷെ അപ്പോഴും 14 സീറ്റും കിട്ടും എന്ന ആത്മവിശ്വാസത്തിലാണ്. രാത്രിയൊക്കെ ഓൺലൈനായോ നേരിട്ടോ ഒക്കെ എല്ലാവരും ഇരുന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. 14 സീറ്റും കിട്ടും, പാറശാലയൊക്കെ കണ്ണു തള്ളി പോവും എന്നാണ് പറയുന്നത്. മെയ് 4 വരെ എന്തും പറയാമല്ലോ. അതെ, മെയ് 4 ഇന്നുകൂടി പറയും, നാളെ മുതൽ എന്തും ആവാമല്ലോ. അതെ.